എൻ്റെ പേര് BP കൊച്ചുമോൻ. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം ഇന്ത്യയിൽ 151 പാർലമെൻറ്റ് മണ്ഡലത്തിലായി SUCI മത്സരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ മുടിക്കുന്ന BJP ഭരണത്തെ പരാജയപ്പെടുത്തുക, ജനകീയ സമര രാഷ്ട്രീയത്തിന് കരുത്തു പകരുക എന്ന ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടാണ് 151 പാർലമെൻറ്റ് മണ്ഡലത്തിലായി SUCI മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഭരണം നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് നേടിയെടുത്ത ജനാധിപത്യ കാഴ്ചപ്പാടുകൾ, ജനാധിപത്യ മൂല്യങ്ങൾ, മതേതര കാഴ്ചപ്പാടുകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലേറിയ നാൾ മുതൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ ആകമാനം തീറെഴുതുന്ന നയനടപടികളാണ് BJP ഭരണം തുടർന്നത്. രാജ്യത്തിൻ്റെ പൊതു സംവിധാനങ്ങളെയെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി. ഇന്ത്യൻ റെയിൽവേ പോലുള്ള അഭിമാനകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം ഗതാഗത സംവിധാനങ്ങളെ, ഖനി മേഖലകളെ, വിമാനത്താവളങ്ങളെ എന്ന് തുടങ്ങി രാജ്യത്തിൻ്റെ പൊതു സംവിധാനങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുന്ന നടപടികളാണ് ആവിഷ്കരിച്ചത്. സമാനമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ദാസ്യവൃത്തി ചെയ്യുന്ന തരത്തിലുള്ള തൊഴിൽ മേഖലയെ തച്ചു തകർക്കുന്ന നടപടികളാണ് BJP ഭരണത്തിലൂടെ കൊണ്ടുവന്നത്. നിലവിലുണ്ടായിരുന്ന തൊഴിലവകാശങ്ങളെല്ലാം അടിമുടി തകർത്ത് 4 ലേബർ കോഡുകൾ കൊണ്ടുവന്ന് 8 മണിക്കൂർ പണിയെടുക്കുവാനുണ്ടായിരുന്ന അവകാശങ്ങളെല്ലാം തല്ലിത്തകർത്തുകൊണ്ട് രാവിലെ മുതൽ 10-12 മണിക്കൂർ പണിയെടുക്കുവാൻ വിധിക്കപ്പെട്ടവരായ തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കുന്ന നടപടികളാണ് BJP ഭരണം നടപ്പാക്കി തുടങ്ങിയത്. ഇത്തരം നയ നടപടികൾ നടപ്പാക്കുമ്പോൾ അതിനെ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നിന്ന് ഇത്തരം കാര്യങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വർഗീയതയും അതേപോലെ മതസ്പർദ്ധകൾ വളർത്തുന്ന നടപടികൾ BJP തുടരുകയാണ്. ജനങ്ങളിൽ അവരുടെ ഐക്യം തകർക്കുന്ന നടപടികളാണ് BJP ഭരണത്തിലൂടെ നാം കാണുന്നത്. പശുവിൻ്റെ പേരിൽ, അമ്പലങ്ങളുടെ പേരിൽ, അതേപോലെ ഉള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വളരെ വേദനാകരമായൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ യുവാക്കൾ പ്രതിവർഷം 2 കോടി തൊഴിൽ തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ഭരണം ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിലെ യുവാക്കൾ, പഠിച്ചിറങ്ങിയ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ മറ്റ് രാജ്യങ്ങളിൽ പോയി തുച്ഛമായ കൂലിക്ക് പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ആകമാനം തകർത്തു. ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ ആകമാനം തച്ചു തകർക്കുന്ന നടപടികളാണ് BJP തുടരുന്നത്. നമ്മുടെ അമ്മവങ്ങന്മാർക്ക് മാനഭയം കൂടാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്രയെത്ര പെൺകുട്ടികൾ, എത്രയെത്ര സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇതപര്യന്തം നേടിയെടുത്ത എല്ലാ മൂല്യങ്ങളെയും തച്ചു തകർക്കുന്ന നടപടികളാണ് BJP ഭരണത്തിലൂടെ വരുന്നത്. ഇങ്ങ് കേരളത്തിലെത്തിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് BJPയുടെ അതേ നയങ്ങൾ തന്നെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ പണിയെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യം അതില്ലാതാക്കുന്ന നരേന്ദ്രമോദി സമാനമായി തന്നെ കേരളത്തിലും പിണറായി വിജയൻ്റെ സർക്കാരും തുടരുകയാണ്. KSRTCയിലടക്കം 12 മണിക്കൂർ പണിയെടുക്കുവാൻ വിധിക്കപ്പെട്ടവരായി മാറുകയാണ്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന നിർമ്മാണ തൊഴിലാളികൾ 1 വർഷമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് ഇല്ല. അവരുടെ കയ്യിൽ നിന്ന് പ്രതിമാസം 50 രൂപ വീതം വാങ്ങിയിട്ട് അങ്ങനെ 600 രൂപ വീതം അടച്ച് 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് 1600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. ആകമാനം 1600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. അതുപോലും 12 മാസമായി കൊടുക്കുന്നില്ല. അതേപോലെ മറ്റു മേഖലയിലെ തൊഴിലാളികൾക്കൊന്നും ശമ്പളം കൊടുക്കുന്നില്ല. KSRTCയിലെ തൊഴിലാളികൾക്ക് ശമ്പളം ഗഡുക്കളായി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സംവിധാനം അപ്പാടെ ഇല്ലാതാക്കി പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരികയാണ്. അങ്ങനെ തുടങ്ങി തൊഴിൽ മേഖലയിലെ എല്ലാ കാര്യങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് BJP ഭരണത്തെ പോലെ തന്നെ കേരളത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ BJPയെ പരാജയപ്പെടുത്തുവാൻ, BJP ഭരണത്തെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മറ്റേതെങ്കിലും ഒരു മുന്നണി കൂട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നത് കൊണ്ട് BJPയുടെ ഈ നയങ്ങൾ പരാജയപ്പെടില്ല.
ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഈ നയങ്ങൾ തന്നെ ആവിഷ്കരിക്കുന്നത്. BJPയെ പരാജയപ്പെടുത്തുവാൻ ഇന്ന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് BJPയുടെ വർഗീയ ഫാസിസത്തെ പരാജയപ്പെടുത്തുവാൻ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അത് ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത്തരം ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് മനുഷ്യൻ ജാതിക്കും മതത്തിനും അതീതമായി ഉയർന്ന മാനുഷിക മൂല്യങ്ങളെ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത്. അത്തരം മൂവ്മെന്റുകളാണ് സമൂഹത്തിൽ എല്ലാ കാലത്തും ലോകം എവിടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്നത്. അത്തരം ജനകീയ സമരങ്ങളാണ് മനുഷ്യനെ വാർത്തെടുത്തിട്ടുള്ളത്. ഉയർന്ന കാഴ്ചപ്പാടുകൾ, സദാചാര കാഴ്ചപ്പാടുകൾ, ഉയർന്ന നീതിബോധം അടക്കമുള്ള കാര്യങ്ങൾ ആ ജനകീയ സമരത്തിലൂടെ ഉയർന്നു വരുന്നത്. അത്തരം ജനകീയ സമരങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരേ ഒരു പാർട്ടി അത് SUC മാത്രമാണ്. ഇന്ത്യയിലെമ്പാടും നാം പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതാത് മേഖലകളിലെ ഏറ്റവും ജനങ്ങൾക്ക് എതിരെ സർക്കാരുകൾ നിൽക്കുമ്പോഴൊക്കെയും ആ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് SUC. അത് കേരളത്തിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ജനകീയ സമര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ്. ഡൽഹി തലസ്ഥാനത്ത് നടന്ന കർഷക സമരത്തിൽ അതൊരു മാതൃകയാണ്. ആ സമരത്തിനോടൊപ്പം SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷക സംഘടന AIKKMS ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഇന്ത്യയെമ്പാടും നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കോ ആ സമരത്തിന്റെ ദിശ കാണിച്ചു കൊടുക്കുന്ന ആളുകളായിട്ടോ SUC മാറിയിട്ടുണ്ട്. കേരളത്തിൽ നടന്ന നിരവധി സമരങ്ങൾ, മുലമ്പള്ളി സമരം, ചെങ്ങറ സമരം, അതേപോലെ കേരയിൽ വിരുദ്ധ സമരം അടക്കം എല്ലാ സമരങ്ങളിലും SUC ഉണ്ട്. ആ സമരങ്ങളിലൂടെ ഉയർന്ന മൂല്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന വ്യക്തിത്വം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പോംവഴിയില്ല. അപ്പം അതിനായി അത്തരം ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുക്കുവാനായി പരിശ്രമിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ് SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ സ്ഥാനാർത്ഥിയായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.